ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ മാജിക് ശ്രദ്ധിക്കുക. ഈ ഹാറ്റ് ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഒന്നും തന്നെയില്ല, എം ടി ആണ്. അല്പം പയർമണികൾ ഈ ഹാറ്റിനകത്ത് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. 1 2 3 ദെൻ ലാസ്റ്റ് 15 ഗ്ലാസുകൾ. ഓക്കെ, ഈ മാജിക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ആഗ്രഹമുണ്ട്. ഇതിൻ്റെ രഹസ്യം നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കേണ്ടത് ഒരു പേപ്പർ സിലിണ്ടർ. ഈ പേപ്പർ സിലിണ്ടറിൻ്റെ ഇത്രയും ഭാഗം ശരിക്കും ശ്രദ്ധിക്കുക. ഇതിനകത്ത് അല്പം പയർമണികളുണ്ട്. ഇത് ഞാൻ ഒഴിവാക്കുന്നു. ഒഴിവാക്കിയ ശേഷം ഈ പേപ്പർ സിലിണ്ടറിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. പൊള്ളയാണ്. ഇതിന് മുകൾ ഭാഗത്ത് ഒരു ക്യാപ്പ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരു കുപ്പിയുടെ ക്യാപ്പ് ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ മുകളിൽ ടോപ്പിൽ മാത്രം അല്പം പയർമണികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റെന്തെങ്കിലും ഒരു വസ്തുക്കൾ ഇങ്ങനെ നിക്ഷേപിക്കുക. ഇപ്പോൾ ഈ സിലിണ്ടർ കണ്ടാലോ, എന്താണ്? നിറയെ പയർമണികളുള്ള ഒരു സിലിണ്ടറാണ്. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഇതുപോലുള്ള ഒരു ഗ്ലാസ് സെറ്റ് ചെയ്യും. ഈ ഗ്ലാസ്സിനകത്തേക്ക് ഇത്തരത്തിലുള്ള സ്റ്റീലിൻ്റെ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സുകൾ, അതുപോലെ ചെറിയ ബോളുകൾ, ചെറിയ പൂമാല, എന്ത് വേണമെങ്കിലും ഇതിനകത്ത് കൊള്ളാവുന്ന രീതിയിൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത ശേഷം ഇതുപോലെ കവർ ചെയ്യാം. കവർ ചെയ്തിട്ടോ നമ്മളിതാ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ പിടിക്കുക. ഇപ്പം നമ്മുടെ ഗ്ലാസ് ഒരിക്കലും ചാടില്ല. ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ എന്താ ഓഡിയൻസ് വിചാരിക്കുക? നിറയെ പയർമണികളുള്ള ഒരു സിലിണ്ടർ. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹാറ്റ് അല്ലെങ്കിൽ ഹാറ്റ് ഇല്ലാത്തവർ എന്ത് ചെയ്യാം? എന്തെങ്കിലും ചെറിയ ഒരു പാത്രമോ എന്തെങ്കിലും ഇതുപോലെ കാണിക്കാം. കാണിച്ച ശേഷം ഇതുപോലെ നല്ല കുഴിയുള്ള ഒരു പാത്രമാണോ അല്ലെങ്കിൽ ഒരു ഹാറ്റാവണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഈ പയർമണി ഇതുപോലെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുക. ഈ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം? ചെറിയൊരു സൂത്രപ്പണി, ചെറിയൊരു കളത്തരം നമ്മൾ ചെയ്യണം. ഒന്നിങ്ങനെ താത്തണം. താത്തി കഴിഞ്ഞ ശേഷം നമ്മൾ കൈയിൻ്റെ പ്രഷർ ഒന്ന് കുറക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്ലാസ്സുകൾ ഇങ്ങനെ അങ്ങോട്ട് വീഴും താഴോട്ട്. ഓക്കെ, ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ ചെയ്യുക. നമ്മളൊന്നും സംഭവിക്കാത്ത മട്ടിലെ പയർമണികളൊക്കെ ഇങ്ങോട്ട് മാറ്റുക. എന്നിട്ട് നമ്മൾ പറയുക, അല്പം പയർമണികൾ ഇതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറയാം. എന്നിട്ടോ നമ്മളൊരു മാജിക്കിലൂടെ ഒരു ഇഫക്റ്റൊക്കെ കൊടുക്കുക. വാ! എന്നിട്ട് നമ്മളിങ്ങനെ ഗ്ലാസ്സുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക. 1 2 ഏതൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ 4 5 6 then 7 8 9 10 11 കുറച്ച് പരിശീലിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെക്കാൻ പറ്റും എല്ലാവർക്കും. ഓക്കെ, 12 13 14 then 15. ഇതിൻ്റെ എണ്ണവും ഗ്ലാസ്സുകളും ഒക്കെ ഒരേ ലെവലിലാവണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പരിശീലിക്കണം. പരിശീലിച്ചതിന് ശേഷം മാത്രം ഇത് അവതരിപ്പിക്കുക. താങ്ക് യു.